ഹലോ ഫ്രണ്ട്സ്, ബീയിങ് പവിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിൽ ചിലരൊക്കെ നമ്മുടെ ഹൈറ്റിനെ കുറിച്ച് വല്ലാതെ ആവലാതിപ്പെടുന്നവരാണില്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഡ്രസ്സ് ചേരില്ല എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് നമ്മൾ ഒഴിവാക്കുന്ന ആൾക്കാരാണില്ലേ. അപ്പോൾ എന്നെപ്പോലെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് വെച്ചതായി തോന്നിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിൽ ഒരു നല്ല മാറ്റം വരുത്താനും കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന ഡ്രസ്സിൽ ഒരു മോണോക്രോം ലുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മോണോക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചുരിദാർ ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടുകയാണെങ്കിൽ ഒരേ കളറിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ചുരിദാർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പും പാൻറ്റും ഒരേ കളറാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ല നമ്മൾ വേറെ വേറെ കളറുള്ള ഡ്രസ്സസ്സാണ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് വേറെ കളറ്, പാൻറ്റ് വേറെ കളറ്, അങ്ങനെയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഹൈറ്റ് കുറഞ്ഞ പോലെ കാണിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഡ്രസ്സ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കാണിക്കും. നമ്മുടെ കാലിൻ്റെ ഭാഗം അതേപോലെ തന്നെ നമ്മുടെ മുകളിലേക്കുള്ള ഭാഗം ഒന്ന് രണ്ടായി ഡിവൈഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള ഒരു സ്ട്രൈറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഹൈറ്റ് തോന്നിച്ച പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എപ്പോഴും ഒരു മോണോക്രോം ലുക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ ലൈൻസ് ഉള്ള ഡ്രസ്സാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻസൊക്കെ വെർട്ടിക്കൽ രീതിയിൽ വരുന്ന ഡിസൈൻസ് ഉള്ള ഡ്രസ്സും ലൈൻസ് ഉള്ള ഡ്രസ്സും നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഒരു ചുരിദാറിന് ടോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വരുന്ന ഡിസൈൻസൊക്കെ വെർട്ടിക്കലായിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ഹൈറ്റ് കൂടിയതുപോലെ തോന്നിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഡ്രസ്സിൻ്റെ കഴുത്താണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ നെക്ക് വി നെക്കോ അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങിയിട്ടുള്ള നെക്കുകളോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വി നെക്കോ അല്ലെങ്കിൽ കുറച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്കുകളോ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ കഴുത്തിന് ഒന്നുകൂടി നീളം വെച്ചതായിട്ട് തോന്നിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ഹൈറ്റ് വെച്ച പോലെ തോന്നിക്കും. അപ്പം നമ്മളിടുന്ന ഡ്രസ്സുകളിൽ കഴുത്ത് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഹൈറ്റ് വെച്ചതായിട്ട് തോന്നിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നീളം കുറഞ്ഞവർക്ക് ഹൈറ്റ് തോന്നിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിടുന്ന ബോട്ടംസ് ഹൈ വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളിടുന്നത് ജീൻസോ പലാസോയോ അങ്ങനെയുള്ള ഏത് പാൻസും ആയിക്കോട്ടെ, നമ്മളെ ബോട്ടംസ് എപ്പോഴും ഹൈ വേസ്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നമ്മുടെ കാലുകൾ കുറച്ച് നീളം വെച്ചതായിട്ട് തോന്നിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഹൈറ്റ് വെച്ച പോലെ തോന്നിക്കും. ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിടുന്ന ഡ്രസ്സ് എപ്പോഴും കറക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊന്ന് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഷോർട്ടായ പോലെ തോന്നിക്കുകയും കുറച്ച് വണ്ണം വെച്ച പോലെ തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. അധികം ടൈറ്റ് ആവാനോ അല്ലെങ്കിൽ ഒരുപാട് ലൂസ് ആവാനോ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി നീളം വെച്ചതായിട്ട് തോന്നും കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാരിയോ കുർത്തിയോ ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നമ്മൾ സാരി തിരഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ വലിയ ബോർഡറുള്ള സാരികൾ ഒഴിവാക്കിയിട്ട് ചെറിയ ബോർഡറുള്ള സാരികൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കുർത്ത ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുർത്തയ്ക്ക് എപ്പോഴും സൈഡ് ഓപ്പൺ ഉള്ള കുർത്തകൾ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മളെ കാലൊന്ന് ഹൈറ്റ് വെച്ചതായിട്ട് തോന്നിക്കും. അതിലൂടെ നമ്മളും ഒന്ന് ഹൈറ്റ് വെച്ചതായിട്ട് തോന്നിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ആക്സസറീസിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആക്സസറീസിലേക്ക് വരുമ്പോൾ, നമ്മൾ ബാഗൊക്കെ ഇടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ ബാഗൊന്നും ചൂസ് ചെയ്യാതെ ചെറിയ മിനിമൽ ആയിട്ടുള്ളൊരു ബാഗ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഹൈറ്റ് വെച്ചതായിട്ട് തോന്നിക്കും. അപ്പോൾ ഹീൽസ് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആക്സസറീസിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ കുറച്ച് ഹൈറ്റ് വെച്ചതായിട്ട് തോന്നിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യുക. താങ്ക് യു.